ഹായ് മച്ചാനെ, എന്താ പേര്? എൻ്റെ പേര് അനിൽ. അനിൽ. അനിൽ, നമ്മുടെ ഈ ഷോപ്പിൽ, ഈ കടയിൽ എന്താണ് സ്പെഷ്യലായിട്ടുള്ളത്? സ്പെഷ്യൽ എന്ന് പറയാൻ നമുക്ക് ബീഫാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം. ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, പുട്ട്, ചപ്പാത്തി, ഇടിയപ്പം, പുട്ടും ബീഫ് റോസ്റ്റും ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത്തിരി ഒച്ച പറയും, കാരണം ഇവിടെ നമുക്ക് സൗണ്ട് കുറവാണ്. ഒച്ച പറഞ്ഞു. നമ്മുടെ ഷോപ്പിന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് റോസ്റ്റ് ആണ്. ബീഫ് റോസ്റ്റും പുട്ടും ഇത് രണ്ടുമാണ് കസ്റ്റമർ കൂടുതലായിട്ട് ചോദിക്കുന്നതും നമ്മൾ കൊടുക്കുന്നതും അത് തന്നെയാണ്. ആണല്ലേ? അതെ. ഓക്കെ ഓക്കെ. വേറെ സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, നല്ല മീൻകറി ഉണ്ട്, തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ്. അടിപൊളി. ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ബീഡി. ഞാൻ പിന്നെ വേറെ സംഭവം കേട്ടായിരുന്നു, ഇവിടുത്തെ മസാലയൊക്കെ പൊടിപ്പിച്ചെടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്. അതെ അതെ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നല്ല, എല്ലാം മില്ലിലെ ഐറ്റംസ് ആണ്. മുളക് പൊടി ആയാലും മല്ലപ്പൊടി ആയാലും എല്ലാം പൊടിച്ചെടുക്കുന്ന ഐറ്റംസ് ആണ്. അജീനമോട്ടോ അങ്ങനെ കെമിക്കൽസ് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതേ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട് ഈ ഷോപ്പ് എവിടെയാണ് കറക്റ്റായിട്ട് സ്ഥിതി ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മുടെ അരൂർ പള്ളിയുടെ ഓപ്പോസിറ്റ് നമ്മുടെ അരൂർ സിഗ്നൽ ഉണ്ട്, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഷോപ്പാണ് നമ്മുടെ. ഓക്കെ, പേര് പറ, കടയുടെ പേര് പറ. കടയുടെ പേര് കൂട്ടാലി. എല്ലാവർക്കും അറിയാടാ, ഇവിടെ അരൂരിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ ഒരു ഒതുങ്ങിയ കടയാണ്. നല്ലൊരു ഫുഡ് കഴിക്കണമെങ്കിൽ പറഞ്ഞാൽ ഇവിടെ വരാം. അരൂർ പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ്. കാരണം ചെറിയ രീതിയിലുള്ള ഷോപ്പാണെങ്കിലും ഫുഡ് അടിപൊളിയാണ്. ഒരു തവണ ഞാൻ ഇവിടെ ഒന്ന് കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് പേരോട് ഒന്ന് അഭിപ്രായം ചോദിക്കാം കേട്ടോ. അപ്പൊ ശരി മച്ചാനെ, കഴിച്ചിട്ട് ബാക്കി. ചേട്ടാ നമസ്കാരം. ചേട്ടൻ ഇവിടെ എത്ര വർഷമായി ജോലി ചെയ്യണം? ഇത്ര ഒച്ചയെ പറഞ്ഞു. ഒരു മാസം. ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇവരോടൊന്ന് ഫുഡ് നല്ല ഫുഡാണ്, അതുകൊണ്ട് വരുന്നുണ്ടല്ലേ? ഇവിടെ തന്നെ മഴവിൽ മനോരമയിൽ ആർട്ടിസ്റ്റുകളൊക്കെ വരാറുണ്ടല്ലോ, ഇടയ്ക്ക് ഒന്ന് കഴിക്കാറുണ്ട്. ആണല്ലേ? ഇവിടുത്തെ സ്പെഷ്യല് പുട്ടുമാണല്ലേ? പുട്ടും ബീഫാണ് ആണല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ടെങ്കിലും പുട്ടും ബീഫാണോ സ്പെഷ്യലായിട്ട്? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഞങ്ങൾ എന്തായാലും ബാക്കി കഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ ഒരു റിവ്യൂ പറയാം. ഞാനൊരു തവണ വന്ന് കഴിച്ച് ആണല്ലേ? അഭിലാഷം കഴിച്ച് സൂപ്പർ ഫുഡാണ്, അതുകൊണ്ടാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നത്. ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും കഴിച്ചിട്ട് ഞങ്ങൾ ബാക്കി പറയാം. ഓക്കെ. ഹായ് ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? എങ്ങനെയുണ്ട്? ഇവിടെയാണ് വരാറ്. ഇവിടെ വണ്ടി ഓടിക്കണത്? ഓക്കെ ഓക്കെ. ചേട്ടാ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ? പൊളി സാധനം. എന്താ ഇപ്പം കഴിക്കണം? മീൻകറിയും അടിപൊളി കോമ്പോളാ, മീൻകറിയും പൊറോട്ടയും. മച്ചാനെ എങ്ങനെയുണ്ട്? ഇനി മച്ചാൻ്റെ പറ. എല്ലാവരും മീൻകറിയും പൊറോട്ടയാണ്. ഇനി അവരോട് ചോദിക്കാം. മച്ചാനെ ചായ എങ്ങനെയുണ്ട്? ഹായ് നമസ്കാരം. നമസ്കാരം. ഇനിയിപ്പോ എവിടെയാണിത്? റെസ്റ്റോറന്റ് ആണ്, ചെറിയ ഹോട്ടലാണ്. അരൂർ പള്ളിയുടെ ഓപ്പോസിറ്റ് ആണ്. കുഞ്ഞു ഹോട്ടലാണ്. പല പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡുണ്ട്. പൊറോട്ട, ദോശ, അപ്പം, ഇടിയപ്പം, ബിരിയാണി, അങ്ങനെ പല പല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? പുട്ടും ബീഫും അടിപൊളി കോംബോയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാലോ, പിന്നെ പൊറോട്ടയും ബീഫാണ്. സിനിമാ താരങ്ങളൊക്കെ വരാറുണ്ടോ ഇതിലൂടെ പോകുമ്പോ തന്നെ? വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഈ മഴവിൽ മനോരമയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ ഒന്ന് കഴിക്കാനാണ്. കാരണം പുട്ടും ബീഫും ഫേമസ് ആണ്. കഴിക്കാൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, കഴിച്ചിട്ട് പോകുന്നുണ്ട്. നമുക്ക് ട്രൈ ചെയ്യേണ്ടി. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ അരൂർ പള്ളിയിൽ അതിന് ഓപ്പോസിറ്റ് ആണ് കൂട്ടാലിൽ ഹോട്ടൽ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ കടയാണ്. അതിലുപരി എന്ന് പറയുന്നത് നല്ല ഫുഡാണ്. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മായം ചേർക്കാണ്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഷോപ്പുകളും ഉള്ള പോലെ വലിയ ആഡംബരമൊന്നുമില്ല. കഴിക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കും. ഞാൻ വേറെ സംഭവം കേട്ടായിരുന്നു, ഇവിടുത്തെ മസാലയൊക്കെ നേരെ പൊടിപ്പിച്ചെടുക്കണെന്ന് അങ്ങനെ എന്തോ കേട്ടായിരുന്നു. അതെ അതെ അതെ. കാരണം ഇവരുണ്ടാക്കുന്ന മസാല പൊടികള് പാക്കറ്റായിട്ട് വാങ്ങുന്നതല്ല, അത് മില്ലിൽ തന്നെ പൊടിപ്പിച്ച് എടുക്കുന്നതാണത്. അങ്ങനെയല്ലേ? അതുപോലെ തന്നെ പാചകമാണെങ്കിലും നല്ല നാടൻ രീതിയിലുള്ള പാചകമാണ്. നല്ല ഫുഡാണ്, എല്ലാവരും വന്ന് കഴിക്കുന്നതാണ്. കാരണം ഇപ്പൊ നമ്മൾ പറയണേക്കാളും കൂടുതലും അളവ് വരുന്നില്ല. കാരണം ഇപ്പൊ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ ഒരു വീഡിയോ എടുക്കണം. കാരണം നല്ല ഭക്ഷണം, കാരണം നേരത്തെ വന്നിട്ടുണ്ട്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ലല്ലോ, നിങ്ങൾക്ക് തോന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഓക്കെ. ഒന്ന് കഴിച്ചപ്പോൾ അന്ന് ഞങ്ങൾ ഓർത്തൊരു വീഡിയോ എന്തായാലും ഇനി വരുമ്പോൾ എടുക്കണം. നേരത്തെ വന്ന് കഴിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ. ഓക്കെ ശരി. ഇന്ന് നമ്മുടെ ഇവിടെ പുതിയൊരു അതിഥിയുണ്ട്. അപ്പോൾ പല ഷോർട്ട് ഫിലിമുകളുടെയും പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സിനിമകളുടെ ഡയറക്ടറാണ്. പരിചയപ്പെടാം. ചേട്ടാ പേരെന്താണ്? ഇപ്പോൾ എവിടെ വന്നിരിക്കുന്നത്?
പള്ളിയുടെ ഓപ്പോസിറ്റുള്ള കൂട്ടാലി. കൂട്ടാലി എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഒരു ചെറിയൊരു ഹോട്ടലാണ്. എന്താണ് ചേട്ടൻ കഴിക്കണത്? അപ്പോൾ പുട്ടും ബീഫും പുട്ടും ബീഫും പുള്ളി നേരത്തെ ഇവിടുന്ന് പുട്ടും ബീഫും കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാം. അല്ലെന്നെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് പുട്ടും ബീഫും. അപ്പോൾ ഞാനും ഒന്ന് പുട്ടും ബീഫും കഴിക്കാൻ തീരുമാനിച്ചു. ആണല്ലേ? ചേട്ടൻ്റെ വിശേഷങ്ങൾ ചെറുതായിട്ട്. സിനിമ ഏതാ ചെയ്യുന്നത് പുതിയായിട്ട്? സിനിമാക്കാരൻ ഗിരി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആണല്ലേ? ഷോർട്ട് ഫിലിം എത്ര എണ്ണം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം? 10-20 ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ പുട്ടും ബീഫും റെഡിയാന്ന് പറഞ്ഞപ്പോ കഴിച്ചിട്ട് പറഞ്ഞാൽ മതിയാ ബാക്കി? കഴിഞ്ഞിട്ട് വരാം. ഓക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ താങ്ക് യു. അപ്പോൾ പുട്ടെത്തിയിട്ടുണ്ട്. പുട്ടെത്തി അല്ലേ? പുട്ടത്തില്ല, പുട്ട്. പുട്ടെത്തി. അപ്പോൾ ഇനി ബീഫും കൂടെ വരാനുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ വരും. നല്ല നല്ല അടിപൊളി സോഫ്റ്റ് ആണല്ലേ? പിന്നെ നല്ല ചൂട് പുട്ട്. ചൂട് ഫ്രഷ് ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. ആണല്ലേ? ആ പിന്നെ ഓക്കെ ഓക്കെ. ഈ ബീഫ് വരട്ടെ. അപ്പോൾ ഞങ്ങളിവിടെ അരൂർ പള്ളിയുടെ ഓപ്പോസിറ്റ് കൂട്ടാലി കൂട്ടാലില്ലല്ലേ ആ ഷോപ്പിൽ ആ കടയിൽ വന്നെങ്ങനെയാണ് പുട്ടിന്റെ പണിയാണ് ഈ പുട്ടിന്റെ പണി. പുട്ട് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ബീഫ് വന്നിട്ടില്ല. ബീഫ് വന്നിട്ട് അതിൻ്റെ ബീഫ് എവിടെ? ബീഫ് എത്തി. എന്താ പൊന്നതേ ഞങ്ങൾ പറയുമ്പോഴല്ലോ ചുമ്മാ കള്ളം പറയാന്ന് ഓർക്കും. ഇതുണ്ടോ ഈ പീസ് ഉണ്ടോ? ഇത് കാണിച്ചെടുത്ത വെച്ചാൽ ഈ മുഴുപ്പുള്ള പീസ് നല്ല വലിപ്പത്തിലുള്ള ക്രിസ്പിയാണ്, സോഫ്റ്റിയാണ്. കഴിച്ചോക്കെ എങ്ങനെയുണ്ട്? ഇനി പുട്ടിൻ്റെ ഒപ്പം ഓക്കെ കഴിച്ചിട്ട് കാണാം. ഇപ്പൊ കഴിച്ചിട്ട് ബാക്കി വെച്ചത് എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? അടിപൊളി അടിപൊളി. വീണ്ടും മേടിച്ചാ? വീണ്ടും വന്നു. നിങ്ങളെ സമ്മതിക്കണം. തരൂടാ. ഇടിയാ വെറുതെ. അടിപൊളി. ചായ കുടിച്ചാ? ചായ ചായ കുടിച്ച് ചായ പറഞ്ഞു. ചായയും കൂടെ പറ. ചായയും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ശരി കഴിക്കണം. നിൽക്കട്ടോ ഒരു മിനിറ്റ്. 1 സെക്കൻഡ്.